അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഒരു പെട്ടിയോട്ടിക്കൽ സീരീസിൻ്റെ പാർട്ട് 5 ആണ്. അതായത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഏതാ വെച്ചാൽ ഒരു കോളർ മൈക്കാണ്. അതായത് ഇപ്പം വരുന്ന യൂട്യൂബേഴ്സ്, എന്നെ പോലത്തെ ഇപ്പോൾ ബിഗിനേഴ്സ് ആയ, അതായത് ഇപ്പോൾ തുടങ്ങി വെച്ച യൂട്യൂബേഴ്സിന് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു മൈക്കാണ്. അപ്പോൾ ഇത്രേ ബഡ്ജറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ യൂട്യൂബ് വീഡിയോസ് ഇടുമ്പോൾ മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ നമ്മുടെ ഓഡിയോ ആണ്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റിക്ക് നല്ലൊരു മൈക്ക് തന്നെ വാങ്ങേണ്ടതാണ്. ഇപ്പോൾ നല്ല മൈക്ക് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് ഒരു ബഡ്ജറ്റ് മൈക്കാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടാം. അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നിങ്ങൾ ഇട്ട വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ചാനലിൽ പോയി വീഡിയോ ആണ്, അല്ലെങ്കിൽ ഞാൻ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും മൊത്തം ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ബോക്സ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതെന്ത് സാധനം, പിന്നെ പാക്കേജിൽ വരുന്നത് വെച്ച് ഇതിൻ്റെ യൂസർ മാനുവലിനെക്കാട്ടും കൂടുതൽ ഇതേപോലത്തെ പേപ്പറാണ്. പ്ലീസ് സ്കാൻ ബാർ കോഡ് ആൻഡ് ഡൗൺലോഡ് ആപ്പ്, അതേപോലത്തെ കുറച്ച് പേപ്പറാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മളെ മൈക്ക് അത് നമുക്ക് ആവശ്യമില്ല, നമ്മളെ മൈക്ക്. അപ്പോൾ കാശ് ഇതിൻ്റെ മൈക്കിൻ്റെ പാക്കിങ് പറഞ്ഞാൽ തീരെ പോരാ. അതായത് തീരെ പോയി നമ്മുടെ ലൈസിൻ്റെ ഉള്ളിൽ ഫ്രീ ടോയ്സ് ഫ്രീ കിട്ടൂലേ, അതേപോലെ പാക്കിംഗ് ആണ് ഇത് വരുന്നത്. ഇങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ മൈക്കിൻ്റെ അവസ്ഥ എന്താ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ മൈക്ക്. ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് വെച്ചാൽ ഇതാണ്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ മുകളിലിടുന്നൊരു സാധനം കാണുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഇട്ട് നോക്കാം. നോയിസ് ക്യാൻസലേഷൻ്റെ എന്തെങ്കിലും ആയിരിക്കും, നമുക്ക് നല്ല നോക്കാം. ഇത് നോക്കി പഠിക്കാന്ന് വെച്ചാൽ വലിയ ബുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ആകപ്പാട് ഇങ്ങനത്തെ മൈക്ക് ഒരു പനിയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കീറാണ്ടൊന്ന് കയറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ലാത്ത ക്വാളിറ്റി, കുറച്ച് വെയിറ്റും ഉണ്ട്. നല്ല ഇത് മൊത്തം മെറ്റലാണ് വരുന്നത്. നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് ഇതിന് വരുന്നത്. ഇത് മൊത്തം മെറ്റലാണ്. പിന്നെ ഇതിൻ്റെ വയറിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷേ ഇത് മൈക്കിൻ്റെ ഈ ഭാഗം മൊത്തം മെറ്റലും കാര്യങ്ങളാണ്. നമുക്ക് ഭയങ്കര കട്ടിയില്ല, ഇറ്റാണ് ഗൈസ്. ഇത് നമ്മൾ കുറച്ച് പ്രഷർ എടുത്ത് നോക്കിയാൽ ഇത് വരുന്നുള്ള നോക്കാം. വെച്ചാൽ നമുക്കിതിൻ്റെ വയറിൻ്റെ നീളം നോക്കാം. ഇതിൻ്റെ ലെങ്ത്ത് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്ത് ഉണ്ട്. അതായത് വലിയ ലെങ്ത്ത് ഒന്നും ഇല്ല, എന്നാലും നമുക്കൊരു 2 മീറ്റർ കിട്ടുന്ന ലെങ്ത്ത് ഉണ്ട് ഇതിന്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റും കൂടി നോക്കാം. അതിന് മുമ്പ് ഇവർ എന്തെല്ലോ സ്കാൻ ചെയ്യാൻ തന്നില്ല, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അത് നമുക്ക് ഇത് മൊത്തം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ആദ്യം സ്കാൻ ചെയ്യാം. ഇത് വാറണ്ടി ഇതുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്തപ്പോൾ ഏതെല്ലാം വെബ്സൈറ്റിലേക്കെല്ലാം പോയിട്ടുണ്ട്. ഏതെല്ലാം അറിയില്ല, നമുക്ക് ജസ്റ്റ് നോക്ക്. സ്കാൻ ചെയ്തപ്പോൾ ഏതോ ഒരു വെബ്സൈറ്റിലേക്ക്, പ്ലേ സ്റ്റോറിലേക്കാന്ന് തോന്നുന്നു, പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നുണ്ട്. പിന്നെ സ്കാൻ ചെയ്തിട്ട് ഡയറക്റ്റ് ഓപ്പൺ ക്യാമറേൻ്റെ ഒരു ലിങ്കിലേക്കാണ് പോയത്. ഇപ്പോൾ ഈ ഓപ്പൺ ക്യാമറ ഞാൻ ഓൾറെഡി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചുകൊണ്ട് എൻ്റെ ഇതുണ്ട്. ഇപ്പോൾ ഈ ഓപ്പൺ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്താലാന്ന് തോന്നുന്നു നല്ല വോയിസ് കിട്ടുകയെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് അടുത്ത സ്കാൻ ചെയ്ത് നോക്കാം. വാറണ്ടി കാർഡിൻ്റെ സ്കാൻ ചെയ്യുന്ന സംഭവമാണ്, അതൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനൊരു വാട്സപ്പിൻ്റെ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് അതൊരു വെബ്സൈറ്റിലേക്ക് പോയേക്കാം. മോർ വാട്സപ്പ് ഇതെന്തോ മെസ്സേജിങ് ആണ് വന്നത്. നമുക്ക് അതിൻ്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് വെച്ചാൽ ഞാൻ ഒന്ന് കണക്ട് ചെയ്യാണ്ട്, മൈക്കൊന്ന് കണക്ട് ചെയ്യാണ്ടുള്ള സൗണ്ടാണ്. അതായത് ഡയറക്റ്റ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്കിതിൻ്റെ
മൈക്കിലേക്ക് സ്വിച്ച് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ച ഇത്ര സമയം റെക്കോർഡ് ചെയ്താൽ ഇതേപോലത്തെ ഞാൻ DIY ഉണ്ടാക്കിയ ഒരു മൈക്കാണ്. ഹെഡ്ഫോണിന്റെ മൈക്കും കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഗൈസ് നമുക്ക് ഇതിന്റെ സൗണ്ട് ജസ്റ്റ് മൈക്കിലേക്കൊന്ന് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മൈക്കിന്റെ പിന്നെ നമ്മൾ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ സെറ്റിങ്സ് പോയിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ് വീഡിയോ സെറ്റിങ്സിൽ ഇതിന്റെ ഓഡിയോ സോഴ്സ് നമ്മൾ എക്സ്റ്റേണൽ മൈക്കിലേക്ക് വെക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ക്യാമറ ആപ്പിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നോക്കാം. ഗൈസ് അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ച് റെക്കോർഡിങ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ആണ് അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഈ ഒരു DIY ചെയ്തെടുത്ത മൈക്കിലാണ്. അതിനുശേഷം ഞാൻ സാധാ ഫോൺ വെച്ച് റെക്കോർഡാണ് ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ മൂന്നിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് വെച്ചാൽ ഈ എൻ്റെ ഫോണിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന വോയിസാണ്. അതായത് ഫോണിലെ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മൈക്ക് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മൈക്ക് ഞാൻ DIY വെച്ച് ചെയ്തെടുത്ത മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന വോയിസാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഈ മൂന്നിൻ്റെയും ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്ത പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മാക്സിമം നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് എന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിൽ ഇപ്പോൾ അൺബോക്സ് ചെയ്ത മൈക്കിൽ നിന്ന് കേൾക്കുന്ന വോയിസാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് എന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിൽ നിന്ന് കേൾക്കുന്ന വോയിസ്. ഗൈസ് അപ്പോൾ ഇപ്പോൾ മറ്റേ നമ്മൾ പർച്ചേസ് അൺബോക്സ് ചെയ്ത മൈക്കിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാക്സിമം ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പർച്ചേസ് ചെയ്ത പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തരാൻ പറ്റുന്ന മാക്സിമം ക്വാളിറ്റിയും നോയിസ് ക്യാൻസലേഷൻ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഒരു കുഴപ്പമില്ലാത്തൊരു സൗണ്ട് തന്നെ നമുക്കിത് വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഗായ്സ് അപ്പോൾ അതിൻ്റെ സൈഡ് ചെറുങ്ങനെ നമുക്കൊരു എന്തൊരു ബീപ്പ് സൗണ്ട്, ഒരു കീ എന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫോണിൻ്റെ കുഴപ്പമാണല്ല, ഈ മൈക്കിൻ്റെ കുഴപ്പം തന്നെയാണ് സാധ്യത. ഒരു ചെറിയ അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊരു കീ ഒരു എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മോളിൽ ഇത് വെച്ച് ഇത് റിമൂവ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ മോളിൽ ഈ ഭാഗം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഇത് മൈക്കിൻ്റെ ഒരു ഓവർവ്യൂ. അതായത് നല്ല മെറ്റൽ ഇത് വെച്ചാൽ നല്ല മെറ്റൽ ടൈപ്പ് മൈക്കാണ് ഇത്. അപ്പോൾ ഇത് മൊത്തം മെറ്റലുമാണ്. നല്ല ഇതിൻ്റെ വയറ് പറയുമ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ഇതിൻ്റെ വയറ്. നോക്കാം അപ്പം ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിലത്തെ ഈ സംഭവം ഊരി വെച്ചിട്ടുള്ള വോയിസാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത് നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഇതിൻ്റെ ഓവർവ്യൂ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യമല്ല കാരണം ഈ പ്രൈസ് റേഞ്ചിൽ മാക്സിമം കുഴപ്പമില്ലാത്തൊരു മൈക്ക് തന്നെയാണ് ഇത്. ഇതിൻ്റെ ക്വാളിറ്റി ബേസ് നോക്കുമ്പോൾ ഈ പാർട്ട് വെച്ചാൽ ഫുള്ള് മെറ്റലാണ്. ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ മൊത്തം മെറ്റലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വയറ് വെച്ച് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത്ത് നമുക്ക് അത്യാവശ്യം ഒരു 2 മീറ്റർ ലെങ്ത്ത് ഉണ്ട് ഇതിന്. ഈ വയറിന് നമുക്ക് ക്വാളിറ്റി ആയാലും കുഴപ്പമില്ലാത്തതെന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ഈ പ്രൈസ് റേഞ്ചിൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും നല്ല ഒരു ക്വാളിറ്റി ബേസ് സൗണ്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആകെയുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പാക്കേജിങ് ആണ്. അപ്പോൾ ഈ മൈക്കിൻ്റെ പ്രൈസ് വെച്ചാൽ 200 റുപ്യാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ മൈക്കിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് ഇതിൻ്റെ ക്വാളിറ്റി അത്രയോ ബെറ്ററാണ് നമുക്ക്. അപ്പോൾ അത് വാങ്ങാൻ താല്പര്യം ഉണ്ട്. ഇപ്പോൾ കൂടിയാൽ കുറയാന്ന് അറിയില്ല. ഞാൻ വാങ്ങുമ്പോൾ 200 രൂപയുള്ളൂ. അപ്പോൾ ഇത് മൈക്ക് ഇപ്പോൾ വാങ്ങാനോ താല്പര്യമുള്ള ആൾ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് താല്പര്യമുള്ള ആൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ അത്ര വലിയ
വീഡിയോ ഒന്നുമല്ല, ഒരു ചെറിയൊരു വീഡിയോ ആണ്. കാരണം നമുക്ക് അത്ര പറയാനുള്ളൂ ഈ മൈക്കിനെ കുറിച്ച്. വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും ഇല്ലല്ലോ. സൗണ്ട് റെക്കോർഡിങ്, അത് റെക്കോർഡ് വോയിസ് അതേപോലത്തെ കാര്യങ്ങളെ പറയാനുള്ളൂ. എപ്പം പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ബെല്ലൈക്കൺ അതിന് മുമ്പ് ചെയ്ത വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണുക. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഗെയിമിൽ ലൈവ് സ്ട്രീം വരുന്നുണ്ട്. പബ്ജി ഇപ്പോൾ കറൻ്റ് ഇല്ല. പബ്ജി ഉണ്ടാവും. പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ അതേപോലത്തെ ഗെയിംസിൻ്റെ ലൈവ് സ്ട്രീം വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ ലൈവ് സ്ട്രീം ഗെയിമിംഗ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 3 ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതിൻ്റെ അടിയിൽ നമ്മളെ റെഡ് ബട്ടൺ ഇവിടെ ബെല്ലൈക്കൺ ഇടയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്.